വിന്നേഴ്സ് എഡ്യൂസോണിൻ്റെ എല്ലാ വീഡിയോസും ഇപ്പോൾ PDF ആയി അവൈലബിൾ ആണ്. PDF ആവശ്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക. ഹായ് എവ്രി വൺ, വെൽക്കം ടു വിന്നേഴ്സ് എഡ്യൂസോൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023-2024 സ്പോർട്സ് കറണ്ട് അഫയേഴ്സിനെ പറ്റിയാണ്. ക്ലാസ്സിലേക്ക് പോകാം. ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2023. ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2023. 2023 വേൾഡ് കപ്പ് 13ാമത്തെ എഡിഷനാണ്. 2023 വേൾഡ് കപ്പ് 13ാമത്തെ എഡിഷനാണ്. ആതിഥേയ രാജ്യം ഏതായിരുന്നു? ഇന്ത്യയായിരുന്നു ആതിഥേയ രാജ്യം. ആതിഥേയ രാജ്യം ഇന്ത്യ. ടീമുകൾ 10 ടീമുകൾ. വിജയി ഓസ്ട്രേലിയ. റണ്ണറപ്പ് ഇന്ത്യ. വിജയി ഓസ്ട്രേലിയ ആയിരുന്നു, റണ്ണറപ്പ് ഇന്ത്യ ആയിരുന്നു. ആദ്യ രാജ്യവും ഇന്ത്യയായിരുന്നു. പ്ലെയർ ഓഫ് ദ സീരീസ് വിരാട് കോഹ്ലി. 765 റൺസ്. മോസ്റ്റ് വിക്കറ്റ്സ് മുഹമ്മദ് ഷമി 24 വിക്കറ്റ് എടുത്തിരിക്കുന്നു. മോസ്റ്റ് വിക്കറ്റ്സ് മുഹമ്മദ് ഷമി. ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2023 ആതിഥേയ രാജ്യം ഇന്ത്യയായിരുന്നു. വിജയിച്ചത് ഓസ്ട്രേലിയ, റണ്ണറപ്പ് ഇന്ത്യ. ICC മെൻസ് T20 വേൾഡ് കപ്പ് 2024. ICC മെൻസ് T20 വേൾഡ് കപ്പ് 2024. ഇവൻ്റ് ഡേറ്റ് 1 ജൂൺ ടു 29 ജൂൺ. 1 ജൂൺ ടു 29 ജൂൺ. ആതിഥേയ രാജ്യം വെസ്റ്റ് ഇൻഡീസ്, USA. വെസ്റ്റ് ഇൻഡീസും USAയുമായിരുന്നു ആതിഥേയ രാജ്യങ്ങൾ. 9ാമത്തെ എഡിഷനായിരുന്നു. 9ാമത്തെ എഡിഷൻ. മത്സരം നടത്തുന്നത് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലാണ്. മത്സരം നടത്തുന്നത് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ICC. ക്രിക്കറ്റ് ഫോമാറ്റ് T20. ടീംസ് 20 ടീംസ്. ആദ്യമായി പങ്കെടുക്കുന്ന ടീമുകൾ USA, കാനഡ, ഉഗാണ്ട. 2026 ആതിഥേയ രാജ്യങ്ങൾ ഇന്ത്യ, ശ്രീലങ്ക. 2026 ആതിഥേയ രാജ്യങ്ങൾ ഇന്ത്യയും ശ്രീലങ്കയും. വിജയിച്ചത് ഇന്ത്യയാണ് വിജയിച്ചത്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയായിരുന്നു ക്യാപ്റ്റൻ. റണ്ണറപ്പ് സൗത്ത് ആഫ്രിക്ക. ക്യാപ്റ്റൻ ആദം മാർക്രമായിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ ക്യാപ്റ്റൻ. വിജയിച്ചത് ഇന്ത്യയായിരുന്നു. മാൻ ഓഫ് ദ സീരീസ് ജസ്പ്രീത് ബുംറ. മാൻ ഓഫ് ദ മാച്ച് വിരാട് കോഹ്ലി. മോസ്റ്റ് റൺസ് റഹ്മാനുള്ള ഗുർബാസ് ആയിരുന്നു മോസ്റ്റ് റൺസ്, അഫ്ഗാനിസ്ഥാൻ. വിജയിക്കുള്ള പുരസ്കാരത്തുക 20.40 കോടി. 20.40 കോടി. ICC മെൻസ് T20 വേൾഡ് കപ്പ് എല്ലാ 2 കൊല്ലം കൂടുമ്പോഴാണ് സംഘടിപ്പിക്കുന്നത്. വിജയിച്ചത് ഇന്ത്യയായിരുന്നു, റണ്ണറപ്പ് സൗത്ത് ആഫ്രിക്കയായിരുന്നു. മാൻ ഓഫ് ദ സീരീസ് ജസ്പ്രീത് ബുംറ. മാൻ ഓഫ് ദ മാച്ച് വിരാട് കോഹ്ലി. മോസ്റ്റ് റൺസ് റഹ്മാനുള്ള ഗുർബാസ്. രഞ്ജി ട്രോഫി 2023-24. റണ്ണറപ്പ് വിദർഭ. ജേതാക്കൾ മുംബൈ. റണ്ണറപ്പ് വിദർഭയായിരുന്നു, ജേതാക്കൾ മുംബൈ ആയിരുന്നു രഞ്ജി ട്രോഫി ജേതാക്കൾ. വിജയ് ഹസാരെ ട്രോഫി 2023-2024. റണ്ണറപ്പ് രാജസ്ഥാനായിരുന്നു, ജേതാക്കൾ ഹരിയാനയായിരുന്നു. റണ്ണറപ്പ് രാജസ്ഥാൻ. IPL ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2024. ജേതാക്കൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. റണ്ണേഴ്സപ്പ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. ഓസ്ട്രേലിയൻ ഓപ്പൺ 2024. ഓസ്ട്രേലിയൻ ടെന്നീസ് ഓപ്പൺ വനിതാ സിംഗിൾസിൽ കിരീടം നേടിയത് ആര്യാന സബലങ്ക. 2024 ഓസ്ട്രേലിയൻ ടെന്നീസ് ഓപ്പൺ വനിതാ സിംഗിൾസിൽ കിരീടം നേടിയത് ആര്യാന സബലങ്ക, ബെലാറസ് സ്വദേശിയാണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് ജാനിക് സിന്നർ, ഇറ്റലി സ്വദേശിയാണ് ജാനിക് സിന്നർ. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് ജാനിക് സിന്നർ. 2024 വനിതാ ഏഷ്യ കപ്പ് വേദി ശ്രീലങ്ക, ജേതാക്കൾ ഇന്ത്യ. ഹോക്കി ഇന്ത്യ അവാർഡ് 2023. മികച്ച പുരുഷ താരം ഹാർദിക് സിംഗ്. മികച്ച വനിതാ താരം സലീമ ടെറ്റ.
ഗോൾ കീപ്പർ ഓഫ് ദ ഇയർ PR ശ്രീജേഷ്. ഗോൾ കീപ്പർ ഓഫ് ദ ഇയർ PR ശ്രീജേഷ്. ഡിഫൻഡർ ഓഫ് ദ ഇയർ ഹർമൻപ്രീത് സിംഗ്. മിഡ്ഫീൽഡർ ഓഫ് ദ ഇയർ ഹാർദിക് സിംഗ്. ഫോർവേഡ് ഓഫ് ദ ഇയർ അഭിഷേക്. ഹോക്കി ഇന്ത്യ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് അശോക് കുമാർ. ഹോക്കി ഇന്ത്യ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് അശോക് കുമാർ. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം തമിഴ്നാട്. ഡേറ്റ് ജാനുവരി 19 തുടങ്ങി ജാനുവരി 31. മാസ്കോട്ട് വീരമംഗൈ. റാണി വേലു നാച്ചിയാർ. വീരമംഗൈ മാസ്കോട്ട്. ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ സംസ്ഥാനം മഹാരാഷ്ട്ര. ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയത് മഹാരാഷ്ട്രയാണ്. 158 മെഡലുകൾ. 57 ഗോൾഡ്, 48 സിൽവർ, 53 ബ്രോൺസ്. ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയത് മഹാരാഷ്ട്രയാണ്. പിന്നീട് തമിഴ്നാട്, പിന്നീട് ഹരിയാന. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം 2023. സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി. ബാഡ്മിൻ്റനാണ് സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി. ചിരാഗ് ഷെട്ടി ബാഡ്മിൻ്റൻ. ചിരാഗ് ഷെട്ടി ബാഡ്മിൻ്റൻ. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം 2023. സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ബാഡ്മിൻ്റൻ. ചിരാഗ് ഷെട്ടി ബാഡ്മിൻ്റൻ. മേജർ ധ്യാൻചന്ദ് ലൈഫ് ടൈം അവാർഡ് കവിത സെൽവരാജ് കബഡി. മഞ്ജുഷ കൻവാർ ബാഡ്മിൻ്റൻ. വിനീത് കുമാർ ശർമ്മ ഹോക്കി. കവിത സെൽവരാജ് കബഡി. മഞ്ജുഷ കൻവാർ ബാഡ്മിൻ്റൻ. വിനീത് കുമാർ ശർമ്മ ഹോക്കി. അവാർഡ് 2023 റെഗുലർ വിഭാഗം ലളിത് കുമാർ ഗുസ്തി. RB രമേശ് ചെസ്. മഹാവീർ പ്രസാദ് സൈനി പാരാ അത്ലറ്റിക്സ്. ശിവേന്ദ്ര സിംഗ് ഹോക്കി. ഗണേഷ് പ്രഭാകർ മല്ലക്കാമ്പ്. മികച്ച പരിശീലകർക്കുള്ള ദ്രോണാചാര്യ അവാർഡ് 2023 ലൈഫ് ടൈം വിഭാഗം ജസ്കിരത് സിംഗ് ഗ്രേവാൾ ഗോൾഫ്. ജസ്കിരത് സിംഗ് ഗ്രേവാൾ ഗോൾഫ്. E ഭാസ്കരൻ കബഡി. ജയന്തകുമാർ പുഷിലാൽ ടേബിൾ ടെന്നീസ്. ജസ്കിരത് സിംഗ് ഗ്രേവാൾ ഗോൾഫ്. E ഭാസ്കരൻ കബഡി. ജയന്തകുമാർ പുഷിലാൽ ടേബിൾ ടെന്നീസ്. 2023 അർജുന അവാർഡ്. ഇമ്പോർട്ടൻ്റ് ആയത് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അർജുന അവാർഡ് നേടിയ മലയാളി M ശ്രീശങ്കർ. M ശ്രീശങ്കർ അത്ലറ്റിക്സ്. അർജുന അവാർഡ് നേടിയ മലയാളി M ശ്രീശങ്കർ അത്ലറ്റിക്സ്. അർജുന അവാർഡ് നേടിയ ക്രിക്കറ്റർ മുഹമ്മദ് ഷമി. മുഹമ്മദ് ഷമി. അർജുന അവാർഡ് നേടിയ ക്രിക്കറ്റർ മുഹമ്മദ് ഷമി. അർജുന അവാർഡ് നേടിയ മലയാളി M ശ്രീശങ്കർ അത്ലറ്റിക്സ്. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസിൽ കിരീടം നേടിയത് മാത്യു എബ്ഡൻ രോഹൻ ബൊപ്പണ്ണ. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസിൽ കിരീടം നേടിയത് മാത്യു എബ്ഡൻ രോഹൻ ബൊപ്പണ്ണ. 2024 പത്മശ്രീ പുരസ്കാര ജേതാവ് രോഹൻ ബൊപ്പണ്ണ. രോഹൻ ബൊപ്പണ്ണ. 2024 പത്മശ്രീ പുരസ്കാര ജേതാവ് രോഹൻ ബൊപ്പണ്ണ. ഏഷ്യ കപ്പ് ഫുട്ബോൾ മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറി യോഷിമി യമഷിത. ഏഷ്യ കപ്പ് ഫുട്ബോൾ മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറി യോഷിമി യമഷിത. ആദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് വേദിയാകുന്ന കേരളത്തിലെ ജില്ല ആലപ്പുഴ. ആദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് വേദിയാകുന്ന കേരളത്തിലെ ജില്ല ആലപ്പുഴ. ICC അണ്ടർ-19 ലോകകപ്പിൽ അമ്പയർ ആയ മലയാളികൾ അനന്ത പത്മനാഭൻ, V നാരായണൻകുട്ടി. ICC അണ്ടർ-19 ലോകകപ്പിൽ അമ്പയർ ആയ മലയാളികൾ അനന്ത പത്മനാഭൻ, V നാരായണൻകുട്ടി. 2023 ICC ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം പാറ്റ് കമ്മിൻസ്. 2023 ICC ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം പാറ്റ് കമ്മിൻസ്. 2023 ICC വനിതാ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം നാറ്റ് സ്കൈവർബ്രണ്ട്. 2023 ICC വനിതാ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം നാറ്റ് സ്കൈവർബ്രണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി ജയ് ഷായെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനായി തിരഞ്ഞെടുത്തു. 2024
2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ വേദി USA വെസ്റ്റ് ഇൻഡീസ്. 2024 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ വേദി USA വെസ്റ്റ് ഇൻഡീസ്. BCCI ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം ശുഭ്മാൻ ഗിൽ. BCCI ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം ശുഭ്മാൻ ഗിൽ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖ പ്രയാണത്തിൻ്റെ ഭാഗമാകുന്ന ഇന്ത്യൻ ഷൂട്ടിംഗ് താരം അഭിനവ് ബിന്ദ്ര. 2024 അണ്ടർ 19 വനിതാ ചാമ്പ്യൻഷിപ്പിൽ സംയുക്തമായി ജേതാക്കളായത് ഇന്ത്യ ബംഗ്ലാദേശ്. 2024 അണ്ടർ 19 വനിതാ ചാമ്പ്യൻഷിപ്പിൽ സംയുക്തമായി ജേതാക്കളായത് ഇന്ത്യ ബംഗ്ലാദേശ്. 2024 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ഖത്തർ. കേരള സന്തോഷ് ട്രോഫി ടീമിൻ്റെ ക്യാപ്റ്റൻ നിജോ ഗിൽബർട്ട്. കേരള സന്തോഷ് ട്രോഫി ടീമിൻ്റെ ക്യാപ്റ്റൻ നിജോ ഗിൽബർട്ട്. 2023-24 വർഷത്തെ കേരള പ്രീമിയർ ലീഗ് കിരീട ജേതാക്കൾ കേരള യുണൈറ്റഡ്. 2023-24 വർഷത്തെ കേരള പ്രീമിയർ ലീഗ് കിരീട ജേതാക്കൾ കേരള യുണൈറ്റഡ്. 2024 മുതൽ ഏത് കായിക താരത്തിൻ്റെ ജന്മദിനമാണ് മഹാരാഷ്ട്ര സർക്കാർ സംസ്ഥാന കായിക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്? KD ജാദവ്. 2024 മുതൽ ഏത് കായിക താരത്തിൻ്റെ ജന്മദിനമാണ് മഹാരാഷ്ട്ര സർക്കാർ സംസ്ഥാന കായിക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്? KD ജാദവ്. 2024 അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റിൽ കിരീടം നേടിയത് ഓസ്ട്രേലിയ. വേദി ദക്ഷിണാഫ്രിക്ക. 2024 അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റിൽ കിരീടം നേടിയത് ഓസ്ട്രേലിയ. വേദി ദക്ഷിണാഫ്രിക്ക. 2023-24 വർഷത്തെ സന്തോഷ് ട്രോഫി കിരീടം നേടിയത് സർവീസസ്. 2023-24 വർഷത്തെ സന്തോഷ് ട്രോഫി കിരീടം നേടിയത് സർവീസസ്. 2024 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ മുംബൈ. 2024 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ മുംബൈ. പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തുന്ന ടേബിൾ ടെന്നീസ് താരം. പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തുന്ന ടേബിൾ ടെന്നീസ് താരം അജന്ത ശരത് കമൽ. ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിൻ്റെ പരിശീലകനായി നിയമിതനായത് ഹരേന്ദ്ര സിംഗ്. ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിൻ്റെ പരിശീലകനായി നിയമിതനായത് ഹരേന്ദ്ര സിംഗ്. ലോറസ് സ്പോർട്സ് അവാർഡ് 2024 മികച്ച പുരുഷ താരം നോവക് ദ്യോക്കോവിച്ച്. മികച്ച വനിതാ താരം ഐതാന ബോൺമാറ്റി സ്പാനിഷ് ഫുട്ബോൾ താരം. ടീം ഓഫ് ദ ഇയർ പുരസ്കാരം സ്പെയിൻ വനിതാ ഫുട്ബോൾ ടീം. ലോറസ് സ്പോർട്സ് അവാർഡ് 2024 മികച്ച പുരുഷ താരം നോവാക് ദ്യോക്കോവിച്ച്. മികച്ച വനിതാ താരം ഐതാന ബോൺമാറ്റി സ്പാനിഷ് ഫുട്ബോൾ താരം. ടീം ഓഫ് ദ ഇയർ പുരസ്കാരം സ്പെയിൻ വനിതാ ഫുട്ബോൾ ടീം. 2020 പുരുഷ ലോകകപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ഉസൈൻ ബോൾട്ട്. 2020 പുരുഷ ലോകകപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ഉസൈൻ ബോൾട്ട്. ഹായ് ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. PDF ആണ് വേണ്ടതെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം. 9497231781.